30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. ക്രിസ്ത്യാനിയത്തിന് നടന്നത് മണിപ്പൂരിൽ 200 പള്ളികൾ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കാണ്ട മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിട്ട് കൊന്നില്ലേ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കില്ല ചെയ്ത സർ. അറുന്നൂറ് കുടുംബങ്ങള് വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷൻ രൂപീകരിച്ചു. ഹൈക്കോടതി അവർക്ക് കോർട്ടിൽ കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പൊന്നാട്ടിൽ വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട വഖഫ് എന്നൊരു പേര് പറഞ്ഞ് ഇങ്ങോട്ടാരും കടക്കണ്ട. ജനിച്ച മണ്ണിൽ ജീവിച്ചില്ലേ? മരിച്ചു വീഴും കട്ടായം. ജനമനസ്സ് കാണാതെ ജനവിധികൾ അറിയാതെ വഖഫ് ബിൽ ഇപ്പോൾ രാജ്യസഭയിലും പാസ്സായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സുരേഷ് ഗോപിക്കും അടക്കം ജയ് വിളിച്ചുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾ വലിയ തരത്തിലുള്ള ഒരു ആഘോഷമായിട്ട് തന്നെ ഇവിടെ ഒരു വലിയ പ്രകടനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്തും പുലർച്ചെ 3 മണിയോട് കൂടിയിട്ടും
ഇവിടുത്തെ ജനങ്ങളുടെ ഈ ഒരു ആവേശം, അതിനായിട്ട് കാത്തിരുന്നു കൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദമാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ എല്ലാ തരത്തിലുമുള്ള ആഗ്രഹങ്ങളെയും BJP സർക്കാർ ഇപ്പോൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വലിയ ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിലേറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾക്കറിയാം, മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അവർ നിരന്തരമായിട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് BJP സർക്കാർ പാർലമെന്റിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും ഈ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. അടുത്തൊരു കടമ്പ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി രാജ്യത്ത് പുതിയ ഈ ഒരു ഭേദഗതി ബില്ല്, വഖഫ് ഭേദഗതി ബില്ലിന് ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടും ഇതൊരു നിയമമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ, മുനമ്പം പ്രദേശം വലിയ രീതിയിൽ തന്നെ ഒന്നിച്ചു ചേർന്നുകൊണ്ട്, മുനമ്പത്തെ ജനങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പരിഹാരം കണ്ടതിന്റെ ആഹ്ലാദമാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം നിരന്തരമായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമായിട്ട് വഖഫ് ബോർഡിന്റെ കരിനിയമങ്ങൾ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വലിയ തരത്തിൽ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ നിരന്തരമായിട്ട് നിരവധി ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാക്കുന്നതിന്റെ കൂടെ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധിയും ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിപ്പോൾ കാണുന്നത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ ആശയങ്ങളും, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച ആശയങ്ങൾ പൂർണ്ണമായിട്ടും വിജയിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇപ്പോൾ പാർലമെന്റിലെയും അതോടൊപ്പം തന്നെ രാജ്യസഭയിലെയും ഈ ബില്ല് പാസ്സാക്കുന്നതിലൂടെ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയിരിക്കുകയാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുനമ്പത്തെ ജനങ്ങളെ രക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. പാർലമെന്റിന് പുറമെ രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയതിന്റെ വലിയ തരത്തിലുള്ള ആഹ്ലാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെല്ലാം ജയ് വിളിച്ചുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾ വലിയ ഒരു ആഘോഷമായിട്ട് തന്നെ ഈ ഒരു പുലർച്ചെ, അല്ലെങ്കിൽ ഈ ഒരു 3 മണി കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്തും നടത്തിയിരിക്കുകയാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയങ്ങളിലൊന്നായിരുന്നു വഖഫ് ഭേദഗതി ബില്ല്. നിലവിലെ കിരാത നിയമങ്ങൾ വഖഫിന്റെ പൊളിച്ചടക്കിക്കൊണ്ട് ഒരു പുതിയ നിയമം സ്ഥാപിക്കുമെന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വഖഫ് ബോർഡിന്റെ നിയമ സംവിധാനങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രീണന രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ രാജ്യത്തെ പല രീതിയിൽ തന്നെ പല സംവിധാനങ്ങളിലൂടെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗം തന്നെയാണ് ഈ വഖഫ് ബില്ല് എന്ന് പറയുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ സ്വത്തിനും അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശത്തിനും പൂർണ്ണമായിട്ടും വലിയ രീതിയിൽ വെല്ലുവിളി സൃഷ്ടിച്ച ഒരു ബോർഡ് തന്നെയാണ് വഖഫ് എന്ന് പറയുന്ന സംവിധാനം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളെ പോലും കവർ ചെയ്യുന്ന തരത്തിൽ അതിനൊന്നും ഒരു രീതിയിലും ഒരു പുല്ലുവില പോലും കൊടുക്കാതിരുന്നുകൊണ്ട് നിരന്തരമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ പിന്തുണയോടും കൂടി വഖഫ് എന്ന് പറയുന്ന സംവിധാനം, വഖഫ് ബോർഡിന്റെ എല്ലാവിധ സംവിധാനങ്ങളും അവരുടെ ആഗ്രഹപ്രകാരം നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനമാണ്
ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനെ കവർ ചെയ്തുകൊണ്ട് BJP സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന് പുറമെ രാജ്യസഭയിലും പാസ്സാക്കിയിരിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ്. നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷായെയും സുരേഷ് ഗോപി അടക്കമുള്ള പല BJPയുടെ നേതാക്കന്മാരേക്കും ജയ് വിളിച്ചുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങൾ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത്. 176 ദിവസത്തോളം നിരാഹാര സമരത്തിലൂടെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ മുനമ്പത്ത് ഈ ഒരു ഭൂമി തിരിച്ചു കിട്ടാനുള്ള സമരത്തിൽ വലിയ വിജയം ഇപ്പോൾ നേടിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായിട്ട് BJP സർക്കാരിനുള്ള നന്ദി കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ നിരന്തരമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും.